നമോ ഭഗവതേ വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ടോ നക്ഷത്ര സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയം തോന്നുന്നുവെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് അനീഴം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ കഠിന പ്രയത്നം ചെയ്യുന്നവരായിട്ടുള്ള ഈ അനീഴം നക്ഷത്രക്കാരിൽ കർമ്മപരമായിട്ട് തൊഴിൽപരമായിട്ട് 100% ആത്മാർത്ഥതയും സത്യസന്ധതയും കാണിക്കുന്ന ഈ അനീഴം നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസത്തിൽ കുടുംബപരമായിട്ട് ധനപരമായിട്ട് വ്യക്തിജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കണം. പൊതുവേ ഈ നക്ഷത്രക്കാർക്ക് അഷ്ടമ വ്യാഴം നിലനിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണ്. എന്നാലും ജന്മരാശ്യാധിപനായിരിക്കുന്ന ചൊവ്വ സുഖസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ടും ശയനകളത്തരകാരകനായിരിക്കുന്ന ശുക്രൻ്റെ അനുകൂല സ്ഥിതി ഉള്ളതുകൊണ്ട് ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിട്ട് കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ. എന്നാലോ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വയ്ക്കാണെങ്കിൽ 6ാം ഭാവസ്ഥിതി ഉള്ളതുകൊണ്ടും 5ാം ഭാവനാഥനായിരിക്കുന്ന വ്യാഴത്തിന് അഷ്ടമഭാവസ്ഥിതി ഉള്ളതുകൊണ്ട് ദൈനംദിന ജീവിതത്തിലെ ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള സുഖക്കുറവും ടെൻഷനും മറ്റും കാണുന്നതുകൊണ്ട് പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകണം. തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. കർമാധിപനായിരിക്കുന്ന സൂര്യൻ്റെ അനുകൂല സ്ഥിതിയും നിവൃത്തിനാഥനും ശയനകളത്രകാരകനുമായിരിക്കുന്ന ശുക്രൻ 5ാം ഭാവത്തിൽ ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നതുകൊണ്ട് കർമ്മപരമായിട്ട് തൊഴിൽപരമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. കർമ്മപരമായിട്ട് ഉയർച്ചയിലേക്ക് എത്തിച്ചേരാം എന്നുള്ളതായ ഒരു മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് ബിസിനസ്സിന് പിന്തുണ ലഭിക്കുവാൻ ഉതകുന്ന വിധത്തിലുള്ളതായ പുതിയ ബന്ധങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ. ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിലും 10ാം ഭാവമായിട്ടുള്ള കർമ്മസ്ഥാനത്ത് കേതു നിൽക്കുന്നതുകൊണ്ട് കർമ്മപരമായിട്ട് സഹായികളുമായിട്ട് അല്ലെങ്കിൽ അധികാരികളുമായിട്ട് അഭിപ്രായ ഭിന്നത വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ. വിദ്യാർത്ഥികൾക്കും വളരെയധികം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. പഠന വിഷയത്തിൽ നല്ല മികവ് പുലർത്തുവാൻ കഴിയുന്ന ഒരു സമയമാണ്. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. ഇനി ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ കൂടുതലായിട്ടുള്ള ആത്മബന്ധവും ഉയർച്ചയും സന്തോഷവും അഭിവൃദ്ധിയും എല്ലാം കാണുന്നുണ്ടെങ്കിലും കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും അഭിപ്രായ ഭിന്നത വരാതെ ശ്രദ്ധിക്കണം. കാരണം കുടുംബനാഥനും ധനസന്താനകാരകനുമായിരിക്കുന്ന വ്യാഴത്തിനാണ് അഷ്ടമഭാവസ്ഥിതി വരുന്നത്. അതുകൊണ്ട് കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും എല്ലാം ഈ ഒരു സമയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. കൂടാതെ സാമ്പത്തികപരമായിട്ടാണെങ്കിൽ കൂടുതൽ ചിലവ് വർധനവിന് സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ഈ മാർച്ച് മാസത്തിൽ ചാഞ്ചാട്ടം വരാതെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് അനീഴം നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമാർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്.